ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 13/12/2024 വെള്ളിയാഴ്ച 24,781 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 30 പോയിന്റ് മൈനസിൽ ഗ്യാപ് ഡൗൺ ആയി 24,753 എന്ന ലെവലിലായിരുന്നു. ഇന്നത്തെ ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 145 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരുന്നത് 24,751 ആയിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സിലോ അതിന് തൊട്ട് താഴത്തുള്ള സപ്പോർട്ട് ലെവൽ എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ നമുക്കൊരു ഓപ്പണിംഗ് ലഭിച്ചത് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയ ലെവലിനേക്കാളും തൊട്ട് താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ പ്രൈസ് ഒന്ന് അപ്വേർഡ് പോകാൻ ശ്രമിച്ചു. എന്നാൽ സാധ്യമാകാതെ പെട്ടെന്ന് തന്നെ അത് ഒരു സെല്ലിംഗ് ഡയറക്ഷനോട്ട് മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ ഉയരം ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ആയി കണക്കാക്കാമായിരുന്നു. അതല്ലെങ്കിൽ ഈ ലെവലോ തൊട്ട് പിന്നിലോട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമെന്ന് പ്രീ പ്ലാൻ ചെയ്തു വെച്ചിരുന്നവർക്ക്, ഇത്തരത്തിൽ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നവർക്ക് ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവല്, ഈ ലെവലിന് താഴെ, എന്നാൽ സെല്ലിംഗ് ഡയറക്ഷനാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ശേഷം തരുന്നതെങ്കിൽ ഈ ഡയറക്ഷന് ഒരു നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്നായിരുന്നു. അത്തരത്തിൽ ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. അത്തരത്തിൽ ട്രേഡ് ചെയ്തവർക്ക് വീണ്ടും ടാർഗറ്റ് ലഭിച്ചു. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ്. എന്നാൽ കൃത്യമായും ആ ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ട്രേഡ് ചെയ്തിരുന്ന പലർക്കും തന്നെ നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് അങ്ങോട്ടേക്ക് പ്രൈസ് ഈ ഒരു റേഞ്ചിൽ വളരെ കുറഞ്ഞ പോയിന്റിൽ ഏതാണ്ട് ഒരു 75-80 പോയിന്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മൂവിങ് ആയിരുന്നു. എന്നാലും അതിനകത്ത് തന്നെയും വളരെ ഒരു കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് പലപ്പോഴും പ്രൈസ് മൂവ് ചെയ്തത്. അത്രയും സൂക്ഷ്മമായി ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞവർക്ക് മാത്രം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയ കൃത്യമായ ഒരു ട്രെൻഡ് ഇല്ലാതെ പ്രൈസ് മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അധികം പേരും ട്രേഡ് ചെയ്തതായി കണ്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ കൃത്യസമയത്ത് വന്ന് ഏതാണ്ട് ഒരു 1 മണി 1:15 കൂടി വന്ന് 2:30-ക്കുള്ളിൽ പ്രോഫിറ്റ് തരുന്ന അനവധി പേരുണ്ട്. അതിൽ പലരും തന്നെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അവരുടെ P&L ചിലരുടെ മാത്രം ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് വളരെ കുറച്ച് P&Lകൾ എനിക്ക് പബ്ലിക് ചാനൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് തന്നെയുമല്ല, ആദ്യത്തെ ആ ട്രേഡുകൾക്ക് ശേഷം പിന്നീട് തുടരെ മൂവ്മെൻറ്റ് ട്രെൻഡ് ഇല്ലാതിരുന്നുകൊണ്ട് അത്രയധികം P&Lകൾ ലഭിച്ചിരുന്നതുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്രേഡിംഗ് വിശേഷം. എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് പറയാൻ പറ്റുക. എന്നാൽ ഈ ലെവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കിട്ടിയ മൂവ്മെൻറ്റ് ലെവലുകളെ, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് നോക്കാം. 24,631 എന്ന ലെവലിലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു മൈനർ റെസിസ്റ്റൻസ് 573 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവൽ തന്നെയാണ്. എന്നാൽ പുതുതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഉയരം മാത്രമാണ്. ഇന്നത്തെ അല്ല, കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ലെവൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്ന് ഈ ലെവലാണ്, 24,792 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ക്രമേണ
ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ വീണ്ടും കാണിക്കുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ് ഇവയൊക്കെ. എന്നാൽ 24,375 ഒരു അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 53,476 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 53,318 എന്ന പറയുന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻ്റ് ആയി ലഭിക്കേണ്ട പോയിന്റ് 54,152 ആണ്. ഈ ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ മാത്രം ഞാൻ 53,739 മാത്രം ഇന്ന് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 53,739 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ബൈയിങ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്പോഴ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. ഇവയെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയ ലെവലുകളാണ്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 81,637 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരമല്ല, കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലോസ് ചെയ്ത ലെവലാണ് മറ്റൊരു ആദ്യമേ ലഭിക്കേണ്ട ഒരു ചെറിയ മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെവലുകൾക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലായിരിക്കും അത് പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഈ ലെവലിന് മുകളിൽ 82,214 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് വേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും പ്രൈസ് വീക്ക് ആകുന്നതായി കാണാൻ കഴിയും.
അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 81,144, 80,754 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെയുള്ളത്. തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു പ്രധാന സപ്പോർട്ടായി കാണുന്ന ഇടങ്ങളാണ്. ഈ ലെവലുകളെല്ലാം നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഗുണകരമെന്ന് തോന്നിയാൽ നിങ്ങൾ ഉപയോഗിക്കുക. റിസ്ക് നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനും നല്ല ലാഭം ഉണ്ടാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്